ഇറാനിൽ കുടുങ്ങിപ്പോയ അമേരിക്കയുടെ പൈലറ്റിനെ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് സാധിക്കുക? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വളരെ ആവേശത്തോടെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. അവരെ ഞങ്ങൾക്ക് കിട്ടി, അമേരിക്കയുടെ വീരപുത്രനെ ഞങ്ങൾക്ക് കിട്ടി, അമേരിക്കയുടെ ഒരു ഭടനെയും യുദ്ധത്തിനിടയിൽ ശത്രുക്കളുടെ കയ്യിൽ ബന്ദിയാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അമേരിക്കയുടെ മൈറ്റി പവർ ഞങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അമേരിക്ക എന്നുള്ള രാജ്യം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഒരു പൈലറ്റ് ശത്രുവിൻ്റെ കയ്യിൽപ്പെടുന്നത്. നമ്മൾ നോക്കുമ്പോൾ ശത്രുവിൻ്റെ കയ്യിൽപ്പെടുന്നു എന്നുള്ള ഇത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ, യുദ്ധത്തിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, യുദ്ധത്തിൽ സൈനികർ മരിക്കുന്നു, ആരും മരിക്കരുതെന്നാണ് ആഗ്രഹമെങ്കിലും യുദ്ധം വരുമ്പോൾ കുറേ പേര് മരിക്കും. അത് യുദ്ധത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അപ്പോൾ പക്ഷേ ജീവനോടെ ഒരു ഭടൻ അല്ലെങ്കിൽ ഒരു വൈമാനികൻ, ഒരു പൈലറ്റ് ശത്രുവിൻ്റെ കയ്യിൽപ്പെടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ കാരണമാകും. കാരണം ഇയാളെ പിടികൂടി കഴിഞ്ഞാൽ ശത്രു സൈന്യം എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അയാളെ വലിയ തോതിൽ ഭേദ്യം ചെയ്യാം, അയാളുടെ ചിത്രങ്ങൾ പുറത്തുവിടാം, അത് വെച്ചിട്ട് വിലപേശാം. നമ്മൾ കണ്ടതാണ് അഭിനന്ദൻ വർദ്ധമാൻ, നമ്മുടെ പൈലറ്റിനെ പാകിസ്ഥാൻ്റെ ഒരു F-16 MiG-29 കൊണ്ട് അടിച്ച് വീഴ്ത്തിയ പൈലറ്റാണ് നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാനിൽ വീണപ്പോൾ ഇന്ത്യ ചെയ്തതെന്താണ്? ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളത് ലാഹോറിലേക്കും റാവൽപിണ്ടിയിലേക്കും ഇസ്ലാമാബാദിലേക്കും തിരിച്ചു വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ NSA വഴി, ഇന്ത്യയുടെ NSA പാകിസ്ഥാൻ NSA വിളിച്ചു പറഞ്ഞു, ഒരു രോമത്തിൽ അഭിനന്ദൻ വർദ്ധമാൻ്റെ ഒരു രോമത്തിന് കേടുപറ്റിയാൽ നിൻ്റെ തലസ്ഥാനം ഉൾപ്പെടെയുള്ള 3 പ്രധാനപ്പെട്ട നഗരങ്ങൾ കത്തിച്ചു കളയും. ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തീരുമാനം എന്നറിഞ്ഞപ്പോൾ അവർ വരണ്ടുപോയി. ഉടനെ പാകിസ്ഥാൻ എന്ത് ചെയ്തു? അഭിനന്ദൻ വർദ്ധമാൻ ചായ കുടിക്കുന്ന ഒരു വീഡിയോ സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞ് റിലീസ് ചെയ്തു. വർദ്ധമാനെ പൊന്നുപോലെ തിരിച്ചു വന്നു. പക്ഷേ ആ സാഹചര്യമല്ല ഇപ്പോൾ ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലിരിക്കുന്നത്. കാരണം കടുത്ത ശത്രുത, അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കുക എന്നുള്ളത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാൻ്റെ പരമോന്നത നേതാക്കന്മാരടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാവരെയും തകർത്തു കളഞ്ഞു. വല്ലാത്ത ഒരു പ്രതികാര ബുദ്ധിയിൽ നശിക്കാൻ പോകുന്ന ഒരുത്തൻ കാണിക്കുന്ന ഒരു വെപ്രാളം ഉണ്ടല്ലോ, എന്നാൽ എല്ലാം മുടിച്ചിട്ട് നിന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ എന്ന തരത്തിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ പക്കൽ ഇറാൻ F-35 വിമാനമാണ് അടിച്ചു വീഴ്ത്തിയത്. കാരണം ഈ F-35 വിമാനം അത്ര മോശമൊന്നുമല്ല. F-35 അല്ല, സോറി, F-15SC സ്ട്രൈക്കിംഗ് ഈഗിൾ, ഈ വിമാനം അത്ര മോശമൊന്നുമല്ല. ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. മൾട്ടി റോൾ ഫൈറ്ററാണ്, അത് പറയാം നമുക്ക് അതിനെക്കുറിച്ച്. പക്ഷേ ഈ വിമാനത്തിൽ വൈമാനികം വീണതിന് ശേഷം ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ വീഡിയോ പറഞ്ഞിരുന്നു. അതായത് ഇറാനിലെ ഖ്വാഷാം ദ്വീപിന് സമീപമുള്ള ചഹർ മഹൽ ആൻഡ് ബക്തിയാരി പർവ്വത മേഖലയിലാണ് ഈ അമേരിക്കൻ പൈലറ്റ് വീണ്. ഒരാളെ രക്ഷപ്പെടുത്തി, പൈലറ്റിനെ, ഗണ്ണറെയാണ് രക്ഷപ്പെടുത്തിയത്. പൈലറ്റിനെ കിട്ടിയില്ല. പക്ഷേ അയാൾ ഇരിക്കുന്ന സ്ഥലം തിരിച്ചറിഞ്ഞിട്ട് IRGC ആ പ്രദേശം വളഞ്ഞിരുന്നു. അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ അമേരിക്കയുടെ A-10 ഒരു വിമാനം തകർന്നു. പിന്നെ 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു വെടിയേറ്റ്. പക്ഷേ രാത്രിയിൽ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന് തീരുമാനിച്ചു. ഇറാനിലെ മാധ്യമങ്ങളും ആ പ്രദേശത്തെ ഗവർണറും പറഞ്ഞു, ഇയാളെ ജീവനോടെയോ അല്ലാതെയോ കാണിച്ചു തരുന്നവർക്ക് വലിയ തുക പാരിതോഷികവും പ്രഖ്യാപിച്ചു. നേരം വെളുക്കുന്നത് വരെയുള്ള സമയം മാത്രമേ അമേരിക്കയുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്ക ഒരുപക്ഷെ നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നതിനേക്കാളും തീഷ്ണമായ, അതീവ സങ്കീർണമായ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അമേരിക്കയുടെ 100 കണക്കിന് സ്പെഷ്യൽ ഫോഴ്സ് ഭടന്മാർ, അവിടെ ഡസൻ കണക്കിന് വിമാനങ്ങൾ, അങ്ങനെയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ, മിലിറ്ററി ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡസൻ കണക്കിന് വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് പറന്നെത്തി 100 കണക്കിന് സ്പെഷ്യൽ ഫോഴ്സ് ഭടന്മാരെ അവിടെ ഇറക്കി. അപ്പോൾ ഇത് ചുറ്റും വളഞ്ഞു നിന്നിരുന്ന IRGC ഭടന്മാർക്ക് നേരെ കനത്ത വെടിവെപ്പ് നടന്നു. പൊരിഞ്ഞ പോരാട്ടം രാത്രിയിൽ നടന്നു. അതിൻ്റെ വിഷ്വൽസൊക്കെ വരുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കെട്ടിടങ്ങൾക്ക് നേരെയൊക്കെ മിസൈലുകൾ പാഞ്ഞു വരുന്നു, എല്ലായിടത്തും തീ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം അവനെ കൊണ്ടുപോകാൻ അവർ വന്നു എന്നതിൻ്റെ അടയാളമാണ് ഇതൊക്കെ പറയുന്നത്. വീഡിയോസൊക്കെ വരുന്നുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിൻ്റെ അഭിമാനമായിരുന്നു. അമേരിക്കൻ പൈലറ്റ് അവിടെ പിടിയിലായി കഴിഞ്ഞാൽ നാളെ അത് വെച്ച് ഇറാൻ വിലപേശിക്കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ തന്നെ വല്ലാത്ത ക്ഷീണത്തിലാണ്. അമേരിക്ക വിചാരിച്ച പോലെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ ഒരു പൈലറ്റിനെ കയ്യിൽ വെച്ച് വിലപേശുകയോ അയാളെ ഭേദ്യം ചെയ്ത് കൊല്ലുകയോ ചെയ്താൽ അമേരിക്കയുടെ അന്തസ്സിടിഞ്ഞു പോകും. ട്രംപിനെതിരെ വലിയ തോതിലുള്ള ജനവികാരം ഉണ്ടാകും. അതുകൊണ്ട് എന്തു വില കൊടുത്തും ഇവയാളെ പിടികൂടിയേ പറ്റൂ, തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചു. രാത്രിയാണ്, വിദേശ രാജ്യമാണ്, ഡസൻ കണക്കിനെന്നാണ്
ട്രംപ് തന്നെ പറയുന്നത്. അപ്പോൾ 10-25 വിമാനങ്ങൾ പറന്നു വരുന്നു, അതിൽ നിന്ന് പാരച്യൂട്ടിൽ ഭടന്മാർ ഇറങ്ങുന്നു, രാത്രി കനത്ത മഞ്ഞുവീഴ്ചയുള്ള രാത്രി അവിടെ ഇറങ്ങി ഈ ഇയാൾക്ക് പരിക്കുണ്ടെന്ന് പറയുന്നു, ഈ ഫൈൻഡ് എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൈലറ്റ് പെട്ടു, അയാളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു വിദേശ രാജ്യത്ത് പെട്ടുപോയ ഒരു ശത്രുവിൻ്റെ കെണിയിൽ വീണ ഒരു വൈമാനികനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമേരിക്ക എത്ര വലിയ സാഹസം കാണിച്ചിരിക്കുന്നു. ആ സാഹസം കാണിച്ചില്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ അമേരിക്ക വല്ലാതെ ക്ഷീണിതമാകുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, ഇയാളെ പൈലറ്റിൻ്റെ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് വിവരം UK ലേക്കൻ ഹീത്ത് എന്ന് പറയുന്ന അമേരിക്ക ഒരു താവളമുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് പ്രവിശ്യയിലെ താവളങ്ങൾ, ബ്രിട്ടനിലെ താവളങ്ങളിൽ നിന്നും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ലേക്കൻ ഹീത്ത് ലുള്ള 494 ഫൈറ്റർ സ്ക്വാഡ്രണിലുള്ള പൈലറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പേര് വന്നിട്ടില്ല. ഇത്രയും ഐഡൻറ്റിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തകർന്ന വിമാനത്തിൻ്റെ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് പ്രതിരോധ വിദഗ്ധരാണ് ഇത് UK ലേക്കൻ ഹീത്തിൽ നിന്നുള്ള വൈമാനികനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അയാളുടെ പേര് വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരുമായിരിക്കും. ഏതായാലും അയാളെ രക്ഷപ്പെടുത്തി. ഇതുമായിട്ടുള്ള ഈ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദ്യം നടത്തിയിട്ടുള്ള 60G പേവ് ഹോക്ക് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ പോയിരുന്നു. അതിനാണ് പിന്നെ HC-130 വിമാനങ്ങളൊക്കെ തെരച്ചിൽ നടത്തിയിട്ടാണ് അവസാനം ഈ പൈലറ്റിനെ കണ്ടുപിടിച്ചത്. പൈലറ്റിനെ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് രാത്രിയായി. ആ പ്രദേശം മുഴുവൻ IRGC വളഞ്ഞു. പക്ഷേ ശത്രുക്കളുടെ നടുവിൽപ്പെട്ട് ചക്രവ്യൂഹത്തിൽപ്പെട്ട ഒരു ഭടനെ അതിസാഹസികമായി പാരാ ഫോഴ്സിലെ കമാൻഡോകളെ അവിടെ പാരച്യൂട്ടിലിറക്കി ഇവാക്വേഷൻ നടത്തി തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള വാർത്ത സത്യത്തിൽ ആവേശം വരുന്നതാണ്. അവിടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ സിനിമയിൽ കണ്ട് നമ്മൾ ആവേശം കൊള്ളാറുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ ഇതാദ്യമാണ്. മാത്രമല്ല, ഇത് അമേരിക്ക മാത്രമല്ല, ഇസ്രായേൽ സേനയുടെ സഹായവും ഇതിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ പറയുന്നത്. അപ്പോൾ നേരത്തെ രക്ഷപ്പെടുത്തപ്പെട്ട ഒരാളെന്ന് പറയുന്നത് വെപ്പൺ സിസ്റ്റംസ് ഓഫീസറാണ് രക്ഷപ്പെടുത്തി. അയാളെയും ഈ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും വിമാനത്തിന് വെടിയേറ്റപ്പോൾ F-15 സ്ട്രൈക്ക് ഈഗിളാണ് തകർന്നു വീണത്. ആ വിമാനത്തിൽ നിന്ന് ആദ്യത്തെ ഒരു ഓഫീസർ രക്ഷപ്പെടുത്തി. പൈലറ്റ് പക്ഷേ വേറെ എവിടെയാണ് വിട്ടത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ F-35 വിമാനങ്ങൾ ഏറ്റവും ആധുനികമായ അമേരിക്കയുടെ വിമാനമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ F-35നേക്കാളും കുറഞ്ഞാണല്ലോ F-15E, F-15. അങ്ങനെയല്ല, അത് ഏറ്റവും മോശപ്പെട്ട വിമാനമൊന്നുമല്ല, ഏറ്റവും ആധുനികമായ വിമാനമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൾട്ടി റോൾ ഫൈറ്ററാണ്. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, അതായത് ആകാശത്തു നിന്ന് ആകാശത്തേക്കും ആകാശത്തു നിന്നും ഭൂമിയിലേക്കും ആക്രമണം നടത്താൻ പറ്റുന്ന വിമാനമാണ്. ശബ്ദത്തിൻ്റെ 2.5 ഇരട്ടി വേഗത്തിൽ 2.5 മാക്ക് സ്പീഡുള്ളതാണ്. ഇത്തരം വിമാനങ്ങളൊക്കെയാണ് ഈ F-15 ശ്രേണിയിലുള്ളത്. ആ വിമാനം തകർന്നിരിക്കുന്നതും F-35 വീണതുമൊക്കെ അമേരിക്ക വലിയ സെറ്റ് ബാക്കാണ്. ഇറാനെ സംബന്ധിച്ച് ൻ്റെ ആയുധമൊക്കെ ഏതാണ്ടൊക്കെ നശിപ്പിച്ചു, മിസൈലുകൾ മഹാഭൂരിപക്ഷവും നശിപ്പിച്ചു എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇന്നലെ വരെ ഇല്ലാത്ത തരത്തിൽ അമേരിക്കയുടെ ആകാശത്തുള്ള ആധിപത്യത്തെ ചെറുക്കാൻ ഇറാന് കഴിയുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഈ അടുപ്പിച്ച് ഇന്നലെ വീണത് 4-5 വിമാനങ്ങളാണ്. ആ വിമാനങ്ങളുടെ വീഴ്ച കാണുന്നത്. പക്ഷേ അതിനെ അമേരിക്ക മറികടന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒന്ന്, പൈലറ്റിനെ രക്ഷപ്പെടുത്തി. പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഡസൻ കണക്കിന് വിമാനങ്ങൾ പറന്നു വന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനെ ഒന്നും വീഴ്ത്താൻ ആർക്ക് പറ്റിയില്ല? IRGCക്ക് ഇറാന് പറ്റിയിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ ഈ മാജിദ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. എങ്ങനെയാണ് ഈ വിമാനങ്ങളെ എല്ലാ വ്യോമ പ്രതിരോധവും തകർന്നിട്ടും എങ്ങനെയാണ് അമേരിക്കൻ വിമാനങ്ങളെ വീഴ്ത്താൻ ഇറാന് കഴിഞ്ഞതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. പാസീവ് ഇൻഫ്രാറെഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് മാജിദ് എയർ ഡിഫൻസ്. അതായത് റഡാർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് വിമാനങ്ങൾക്ക് ഈ മിസൈൽ വരുമ്പോൾ അതിൻ്റെ സിഗ്നൽസ് കിട്ടത്തില്ല, റഡാർ സിഗ്നൽസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ മാജിദ് മിസൈലുകളുടെ പ്രത്യേകത, അത് പ്രവർത്തിക്കുന്നത് റഡാർ സിഗ്നൽ ഉപയോഗിച്ചിട്ടല്ല, മറിച്ച് അന്തരീക്ഷത്തിൽ ചൂടുണ്ടെങ്കിൽ ആ ചൂടുള്ള സ്ഥലം തേടിപ്പോകും. വിമാനം പറക്കുമ്പോൾ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ഹീറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഈ മാജിദ് എയർ ഡിഫൻസ് സിസ്റ്റത്തിലെ മിസൈലുകൾ പറക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ആർക്കും കഴിയില്ല. അമേരിക്കയുടെ ഈ B-2 ബോംബർ ആണെങ്കിലും ഏറ്റവും ആധുനികമായ വിമാനമാണെങ്കിൽ പോലും ഈ മാജിദ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് പാസീവ് ഇൻഫ്രാറെഡ് സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മിസൈലാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ലോ റേഞ്ചാണ്. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ 8 കിലോമീറ്റർ വരെയാണ് റേഞ്ച് ഉള്ളത്. ഏതായാലും യുദ്ധം അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അമേരിക്ക വലിയ പ്രതിസന്ധിയിലാകുമായിരുന്ന ഒരു പ്രതിസന്ധി ഒരു മാസീവായിട്ടുള്ള, ഹിസ്റ്റോറിക്കായിട്ടുള്ള, ഹീറോയിക്കായിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ അമേരിക്ക മറികടന്നിരിക്കുന്നു. ട്രംപ് വളരെ ആവേശഭരിതനാണ്. ട്രംപ് ഇങ്ങനെ മുഷ്ടിയൊക്കെ ചുരുട്ടിയിട്ട് വി ഗോട്ട് ഹിം, അവനെ ഞങ്ങൾക്ക് കിട്ടി, അവനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു, ഒരു ഭടനെയും അമേരിക്ക ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല
ഇതാണ് അമേരിക്കയുടെ കരുത്ത് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക ഒരിക്കൽ കൂടി ഒരു ഹീറോ പരിവേഷത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഈ സംഭവത്തിൻ്റെ ഒരു പരിസമാപ്തി. ഏതായാലും യുദ്ധം തുടരുകയാണ്. അമേരിക്ക വീണ്ടും ഭീകരമായ ആക്രമണങ്ങൾ ഇറാന് നേരെ അഴിച്ചുവിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും ആധുനികമായ മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് ഇപ്പോൾ പറയുന്നു. അതായത് ജസാം ER കാറ്റഗറിയിൽപ്പെട്ട മിസൈലുകൾ, ഏറ്റവും ലീത്തലായിട്ടുള്ള മിസൈലുകൾ ഇനി ഇറാന് നേരെ പ്രയോഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ട്രംപ് മറ്റൊന്നുകൂടെ പറഞ്ഞിരുന്നു, അതായത് അവനെ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ആധുനികമായ വിമാനങ്ങളും ഏറ്റവും മിടുക്കരായ സൈനികരെയും ഞാൻ അയക്കും. മാത്രമല്ല ഏറ്റവും മാരകമായ ആയുധങ്ങളും ഇതുവരെ പ്രയോഗിക്കാത്ത ആയുധങ്ങളുമായിട്ടായിരിക്കും ഞങ്ങളുടെ സേന ഈ പൈലറ്റിനെ രക്ഷിക്കാൻ പോവുക എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഏതായാലും ഓപ്പറേഷനെ കുറിച്ച് ഇത്രയും വിവരങ്ങളെ പൊതുജന സമക്ഷം പറയാനായിട്ട് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുള്ളൂ. ബാക്കി വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് അമേരിക്ക അതിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോകത്തെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻസിലെ ഒരു ഇതിഹാസമാണ് ഈ ഇറാനിൽ കുടുങ്ങിപ്പോയ പൈലറ്റിനെ രായ്ക്ക് രാമാനം രാത്രിയിൽ നേരം വെളുത്താൽ ഒരുപക്ഷെ പൈലറ്റ് പിടിക്കപ്പെടും. അതുകൊണ്ട് ചുറ്റും വളഞ്ഞിരിക്കുക, മല മുഴുവൻ വളഞ്ഞു IRGC. അതിനിടയ്ക്ക് നിന്ന് വലിയൊരു പോരാട്ടം നടത്തി ട്രംപിൻ്റെ ഭാഷയിൽ ഡസൻ കണക്കിന് എന്ന് പറയുമ്പോൾ, ഡസൻ കണക്കെന്ന് പറയുമ്പോൾ 2 ഡസനുകളുണ്ടാവും, 24 വിമാനങ്ങളെങ്കിലും മിനിമം ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. ഡസൻ കണക്കിന് വിമാനങ്ങൾ പങ്കെടുത്ത് പാരാഫോഴ്സിനെ ഇറക്കിയൊക്കെ നടത്തിയിട്ട് ഒരു വലിയ ഓപ്പറേഷൻ. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അമേരിക്കയുടെ ഈ വീരേതിഹാസം ഒരു ഹോളിവുഡ് സിനിമയായിട്ട് വരുമായിരിക്കും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു വലിയൊരു മിലിറ്ററി ഓപ്പറേഷനിൽ വിജയിച്ച അമേരിക്ക അവരുടെ ശേഷിയും കഴിവും സാഹസികതയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വാർത്തകളാണ് നമ്മൾ ലഭ്യമായ എല്ലാ വിവരങ്ങളും, ഇതുവരെ ലഭ്യമായ എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പുതിയ വാർത്തകൾ, അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങൾ നിരന്തരം നിങ്ങൾക്കൊപ്പം വരുന്നുണ്ട്. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞങ്ങളുടെ പുതിയ ചാനലായ C4N കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.